പ്രിയമുള്ള വിദ്യാർത്ഥികളെ, SSLC എക്സാമിനേഷൻ മാർച്ച് 2025 ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 1 to 6 ഈച്ച് ക്യാരീസ് 1 സ്ക്വയർ. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ, വിച്ച് ഇസ് ദ മെയിൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ദാറ്റ് കൺട്രോൾ മെറ്റാബോളിക് ആക്ടിവിറ്റി. എന്താ പറഞ്ഞിരിക്കുന്നത്? മെറ്റാബോളിക് ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന മെയിൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ്. ബി ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂക്ലിയോടൈഡ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ RNA. RNAയിൽ മാത്രം കാണുന്ന ന്യൂക്ലിയോടൈഡ് ഏതാണ്? യുറാസിൽ. സി ആണ് ശരിയായ ഉത്തരം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ന്യൂ സ്പീഷീസ് ആർ ഫോംഡ് ബൈ ദ ഇൻഹെറിറ്റൻസ് ഓഫ് സഡൻ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ജീൻ. വിച്ച് സയന്റിസ്റ്റ് പ്രപ്പോസ്ഡ് ദിസ് എക്സ്പ്ലനേഷൻ. ആരാണ് ഈ എക്സ്പ്ലനേഷൻ നടത്തിയത്? ഏത് സയന്റിസ്റ്റാണ് ഈ എക്സ്പ്ലനേഷൻ പ്രപ്പോസ് ചെയ്തത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് മ്യൂട്ടേഷൻ തിയറി എന്താണ്? സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ച് എന്ന്. ഹ്യൂഗോ ഡെവറിസ്. അതാണ് ശരിയായ ഉത്തരം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് കറക്റ്റ് വൈൽ വ്യൂവിംഗ് നിയർ ബൈ ഒബ്ജക്ട്സ്. അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചുകൾ ഈ താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസിൽ സി ആണ് ശരിയായ ഉത്തരം. 1ഉം 4ഉം ആണ് കറക്റ്റ്. ദ സീലിയറി മസിൽസ് ആർ കോണ്ടാക്ട്, ദ ഫോക്കൽ ലെങ്ത് ഡിക്രീസസ്. അതാണ് ശരിയായ ഉത്തരം. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കറക്റ്റ് ദ മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻ പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. എയിൽ പറഞ്ഞിരിക്കുന്നത് BCG വാക്സിൻ ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ട്യൂബർകുലോസിസ്. BCG വാക്സിൻ എന്താണ്? ട്യൂബർകുലോസിസ് പ്രിവെന്റ് ചെയ്യാനെടുക്കുന്ന വാക്സിനാണ്. ശരിയാണ്. AB പോസിറ്റീവ് ഈസ് ദ ബ്ലഡ് ഗ്രൂപ്പ് ദാറ്റ് ഹാസ് D ആന്റിജൻ ഇൻ അഡീഷൻ ടു A and B. ശരിയാണ് അല്ലേ? AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽ D ആന്റിജനും കൂടെ ഉണ്ട്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സി ക്വസ്റ്റ്യൻ തന്നെയാണ്, ഫൈബ്രിൻ ഈസ് ദ എൻസൈം ദാറ്റ് കൺവേർട്സ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ ദ പ്രോസസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ്. ഇതിൽ ഫൈബ്രിൻ തെറ്റാണ്. എന്താണ്? ത്രോംബോകൈനേസ് ഓർ പ്രോത്രോംബിനേസ് ആണ് ശരിയായ ഉത്തരം. ത്രോംബോകൈനേസ് ഓർ പ്രോത്രോംബിനേസ് ആണ്. അതാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, സം ഡിസീസ് ആൻഡ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ത്രൂ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഫോർ ദെയർ ട്രീറ്റ്മെന്റ് ആർ ഗിവൺ. ചൂസ് ദ കറക്റ്റ് പെയർ. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് പെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് പെയർ ഇന്റർഫെറോൺ ആണ് വൈറൽ ഡിസീസിന്. അതാണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് പാർട്ട്, ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 7 to 13 ഈച്ച് ക്യാരീസ് 2 scores. 7th ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് A and B ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അവിടെ എയും ബിയും ആയിട്ട് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എയിൽ പറഞ്ഞിരിക്കുന്നത്, ദ ഡിഫക്ട്സ് ഇൻ ജീൻസ് മേ കോസ് ഡിഫോർമിറ്റീസ് ഇൻ ദ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ് വിച്ച് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഹീമോഗ്ലോബിൻ. ആ ഡിസീസിന്റെ പേരെന്താണ്? അതാണ് അതാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത്. ബി, ദ ജീൻസ് ദാറ്റ് കൺട്രോൾ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് ബിക്കം ഡിഫക്റ്റീവ്. ഇത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ എയിൽ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? സിക്കിൾ സെൽ അനീമിയാണ്. ബി ഹീമോഫീലിയാണ്. ബി ഹീമോഫീലിയാണ്. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ദ ടെമ്പററി റിലീഫ് ബോട്ട് അബൌട്ട് ഫോർ ദ ഡിസീസ് ഇൻഡിക്കേറ്റഡ് ബി. ബി എന്ന സെക്കൻഡ് പറഞ്ഞ ഹീമോഫിലിയ, അത് ടെമ്പററി റിലീഫ് കിട്ടാനുള്ള മാർഗം എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അത് ഐഡന്റിഫൈ ആൻഡ് ഇൻജെക്ട് ചെയ്യുന്ന ഡെഫിനിറ്റ് പ്രോട്ടീൻ. ഐഡന്റിഫൈ ചെയ്ത് ഇൻജെക്ട് ചെയ്ത ഡെഫിനിറ്റ് പ്രോട്ടീൻ ഇൻജെക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 8th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ ഇല്ലസ്ട്രേഷൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പിക്ചർ നോക്കുക. വാട്ട് ഇസ് ദ സിമിലാരിറ്റി ഡു ദീസ് ഓർഗൻസ് ഹാവ് ഇൻ ദയർ ഇന്റേണൽ സ്ട്രക്ചർ. എന്താണ്? 4 limbs ആണ്. എന്താണ്? 4 limbs ആണ്. ബി ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദീസ് ഓർഗൻസ് പ്രൊവൈഡ് എവിഡൻസ് ഫോർ എവല്യൂഷൻ. ഇതിന്റെ സിമിലർ സ്ട്രക്ചർ ആൻഡ് ഡിഫറെന്റ് ഫങ്ഷൻസ് ആയിരിക്കും അല്ലേ? അങ്ങനെ കമ്പാരിറ്റീവ് നടത്തിയിട്ടാണ് അതിനുള്ള എവിഡൻസ് കണ്ടെത്തുന്നത്. ബി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഒബ്സർവ് ദ ക്രോസ് സെക്ഷൻ ഓഫ് നെർവ് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ബൈ എക്സ്. എക്സ് എന്ന് പറഞ്ഞ പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചത്. മൈലിൻ ഷീത്ത് അല്ലേ? മൈലിൻ ഷീത്തിന്റെ ഇതാണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ? ആക്സിലറേറ്റ്, ഇംപൾസ്, പ്രൊട്ടക്റ്റിംഗ്, പിന്നെ കവറിങ്, പിന്നെ എന്താണ്, പിന്നെ എൻസർക്കിൾ ദ അല്ലേ എക്സോൺ. അതൊക്കെയാണ് അതിൻ്റെ ഇതായിട്ട് എഴുതേണ്ടത്. പിന്നെ എന്താണ്? നറിഷ്മെന്റ് കൊടുക്കുന്നു, അതൊക്കെ എഴുതാം. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിയിൽ, ഹൗ ഡു സെൻസറി നെർവ് ആൻഡ് മോട്ടോർ നെർവ് ഡിഫറെൻറ്റ് ഇൻ ഫങ്ഷൻ. എങ്ങനെയാണ് സെൻസറി നെർവും മോട്ടോർ നെർവും ഡിഫറൻസ് ആയിരിക്കും? സെൻസറി നെർവും മോട്ടോർ നെർവും എങ്ങനെയാണ്? ഒരെണ്ണം എന്താണ്? ഇമ്പൾസിനെ ക്യാരി ഇമ്പൾസ് ഫ്രം
വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അല്ലേ. ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ക്യാരി ഇമ്പൾസ് ഫ്രം പാർട്സ് ഓഫ് ദി ബോഡി ടു എങ്ങോട്ടാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. മറ്റത് നേരെ തിരിച്ച്. മറ്റത് എങ്ങനെയാണ്? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസിനെ ക്യാരി ചെയ്ത് നേരെ തിരിച്ച് മറ്റുള്ള ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്നു. ക്യാരി ഇമ്പൾസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു എങ്ങനെയാണ് വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി. അതാണ് സെൻസറി നെർവിൻ്റെയും മോട്ടോർ നെർവിൻ്റെയും മിക്സഡ് നെർവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 നെർവുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണത് നമ്മൾ എഴുതേണ്ടത്. ഫങ്ഷനിൽ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് അങ്ങനെയാണ്, സെൻസറി നെർവും മോട്ടോർ നെർവും. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, അനലൈസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ദ സ്പ്രെഡ് ഓഫ് HIV ഇൻക്രീസസ് ത്രൂ ഡ്രഗ് ഇഞ്ചക്ഷൻ വഴി HIV ഇൻക്രീസ് ആകുന്നു. മോസ്റ്റ് ഓഫ് ദ ഇൻഫെക്റ്റഡ് പീപ്പിൾസ് ആർ അഡോളസൻസ്. അങ്ങനെ ബാധിക്കുന്നത് അധികവും അഡോളസൻസിനാണ്. ഇനി ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഹൗ ഡസ് ഡ്രഗ് ഇഞ്ചക്ഷൻ ലീഡ് ടു ദ സ്പ്രെഡ് ഓഫ് HIV ഡ്രഗ് ഇഞ്ചക്ഷനിലൂടെ എങ്ങനെയാണ് പകരുന്നത്? അതായത് HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഡ്രഗ് യൂസ് ചെയ്ത സിറിഞ്ചുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലമൊക്കെ എന്ത് ചെയ്യും? നമുക്ക് HIV പകരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ബി എന്ന് പറയുന്നത് ഹൗ ഡസ് ദ കണ്ടീഷൻ ഓഫ് എയ്ഡ്സ് ബിക്കം ഫാറ്റ്. ഈ എയ്ഡ്സ് മാരകമാവുന്ന എപ്പോഴാണ്? വേരിയസ് പാത്തോജൻ എക്സ്ട്രീം ടു എൻ്റർ ദ ബോഡി. നമ്മുടെ മറ്റുള്ള പാത്തോജൻസ് അല്ലേ, വേരിയസ് പാത്തോജൻ എൻ്റർ ദ ബോഡി. നമ്മുടെ ബോഡിയിലേക്ക് മറ്റുള്ള പാത്തോജൻസ് കയറുമ്പോഴാണ് അത് കൂടുതൽ ഫാറ്റിലായിട്ട് മാറുന്നത്, മാരകമായിട്ട് മാറുന്നത്. ഇനി 11th ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് മെക്കാനിസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലൈസോസോം കമ്പൈൻ വിത്ത് മെംബ്രെയിൻ സാക്ക് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഫാഗോസൈറ്റോസിസ്. ലൈസോസോം കമ്പൈൻ വിത്ത് മെംബ്രെയിൻ സാക്ക് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഫാഗോസൈറ്റോസിന് സമയത്ത് ലൈസോസോം മെംബ്രെയിൻ സാക്കുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ദ പാത്തോജൻ ഡീഗ്രേഡ് ആൻഡ് ഡിസ്ട്രോയിഡ് അല്ലേ, ഡീജനറേറ്റ് ഓർ ഡിസ്ട്രോയിഡ് അല്ലേ. ദ പാത്തോജൻ degenerated and destroyed the enzymes അല്ലേ, through the enzymes, destroy the enzyme. അതാണ് എഴുതേണ്ടത്. ഇനി കെമിക്കൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻക്രീസ് ബോഡി ടെമ്പറേച്ചർ. കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻക്രീസ് ബോഡി ടെമ്പറേച്ചർ. എങ്ങനെയാണ്? എന്ത് ചെയ്യും? റെഡ്യൂസ് ദ റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻ അല്ലേ, ഇൻക്രീസ് ദ എഫക്റ്റ് ഓഫ് ഫാഗോസൈറ്റോസിസ്. എന്താണ്? ഫാഗോസൈറ്റോസിന്റെ എഫക്റ്റ് ഇൻക്രീസ് ദ എഫക്റ്റ് ഓഫ് ഫാഗോസൈറ്റോസിസ് ആൻഡ് റെഡ്യൂസ് ദ റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻ. അതാണ് ബി ആയിട്ട് എഴുതേണ്ടത്. ആദ്യത്തെ എന്തായിരുന്നു? ദ പാത്തോജൻ ഡിഗ്രേഡ് ആൻഡ് ഡിസ്ട്രോയിഡ് അല്ലേ, ദ എൻസൈം. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ഈച്ച് ഓഫ് ദ ഗിവൺ സിറ്റുവേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ വേരിയേഷൻസ് ആർ ഫോംഡ് ഇൻ ദ ഓഫ്സ്പ്രിംഗ്. അത് ക്രോസിംഗ് ഓവർ എഴുതുക, ക്രോസിംഗ് ഓവർ. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്, അറേഞ്ച് ദം ഇൻ ഫോളോയിങ് ടേബിൾ സ്യൂട്ടബിളി. എന്താണ്? ബ്രെയിനിൻ്റെ പാർട്സും അതിൻ്റെ ഫങ്ഷൻസും ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഇനി അത് അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഏതാണ്? തലാമസ് എങ്ങനെയാണ്? തലാമസ് ആക്ട് ആസ് റിലേ സ്റ്റേഷൻസ് ഓഫ് ഇമ്പൾസ്. അതാണ് ആദ്യത്തെ എഴുതേണ്ടത്. രണ്ടാമത്തെ ഏതാണ്? സെറിബ്രം കൺട്രോൾ വോളണ്ടറി മൂവ്മെന്റ്. ഏതാണ്? കൺട്രോൾ വോളണ്ടറി മൂവ്മെന്റ്സ്. അതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ഹൈപ്പോതലാമസ് എന്താണ്? മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. നെക്സ്റ്റ് സെറിബെല്ലം എന്താണ്? സെറിബെല്ലം മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. ഇങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അനലൈസ് ദ ഇലസ്ട്രേഷൻ ഇൻഡിക്കേറ്റിംഗ് ദ സ്റ്റേജസ് ഓഫ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ത്രൂ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തുന്നതിൻ്റെ സ്റ്റേജുകൾ. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് നെയിം ദ എൻസൈം യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന എൻസൈംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും പിന്നെന്താണ് ലിഗേസും ആണ് അല്ലേ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ജീൻസിനെ കട്ട് ചെയ്യാനും അല്ലേ ജെനറ്റിക് സിസർ എന്നാണ് അറിയപ്പെടുന്നത്. ലിഗേസ് ജെനറ്റിക് ഗ്ലൂ എന്നാണ് അറിയപ്പെടുന്നത്, ജോയിനിങ് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാസ്മിഡ് ഇൻ ദിസ് പ്രോസസ്? ഈ പ്രോസസ്സിൽ പ്ലാസ്മിഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? പ്ലാസ്മിഡ് എന്തായിട്ടാണ് വർത്തിക്കുന്നത്? വെക്റ്റർ ആയിട്ടാണ് വർത്തിക്കുന്നത്. വെക്റ്റർ ആയിട്ടാണ് പ്ലാസ്മിഡ് വർത്തിക്കുന്നത്. ഇനി കംപ്ലീറ്റ് ദ സ്റ്റേജസ് ഇൻഡിക്കേറ്റഡ് ബൈ 4 and 5. 4ൽ എന്താ വന്നത്, 5ൽ എന്താ വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്ക് 3ൽ തന്നിരിക്കുന്ന ബാക്ടീരിയ വിത്ത് ഇൻസുലിൻ ജീൻ എന്നാണ് തന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, എന്ത് ചെയ്യും, ആ പ്ലാസ്മിഡ് വിത്ത് എന്ത് ചെയ്യും, ലിഗേറ്റഡ് ഇൻസുലിൻ ജീൻ ഈസ് ഇൻസേർട്ടഡ് ടു അനദർ ബാക്ടീരിയ വിത്ത് ഇൻസുലിൻ ജീൻ ആണ്. നെക്സ്റ്റ് എന്താണ്, പ്ലാസ്മിഡ് വിത്ത് ലിഗേറ്റഡ് ഇൻസുലിൻ ജീൻ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു അനദർ ബാക്ടീരിയ സെൽ. അതാണ് അടുത്തത്. പ്ലാസ്മിഡ് എന്ത് ചെയ്യും, പ്ലാസ്മിഡ് വിത്ത് ലിഗേറ്റഡ് ഇൻസുലിൻ ജീൻ is inserted into another bacterial cell. പിന്നെ എന്താണ് സംഭവിക്കുന്നത്, ഈ ബാക്ടീരിയത്തെ എന്ത് ചെയ്യും, കൾച്ചർ മീഡിയത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് അലോ ചെയ്യും. ദിസ് ബാക്ടീരിയം ഈസ് അലൗഡ് ടു മൾട്ടിപ്ലൈ ഇൻ കൾച്ചർ മീഡിയം. ബാക്ടീരിയ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ഇനാക്റ്റീവ് ഇൻസുലിൻ. ബാക്ടീരിയ ഇനാക്റ്റീവ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആക്റ്റീവ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ഫ്രം ദിസ്. എന്നിട്ട് ആക്റ്റീവ് ഇൻസുലിൻ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. 15th question, the normal level of blood glucose is 70 to 110 mg per 100 ml. What are the two reasons that cause glucose to rise above this level and be exerted in urine? എന്താണ് രണ്ട് റീസൺസ്? ഒന്ന് എന്താണ്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആർ ടു ഹൈ അല്ലേ, when the kidneys have difficulty to reabsorbing glucose. അതാണ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഡയബറ്റീസ് മെലിറ്റസും ഡയബറ്റീസ് ഇൻസിപ്പിഡസും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് എബോവ് 126 മേലെ ആവുന്നതും അല്ലേ, ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓർ ഇനാക്ടിവിറ്റി ഓഫ് പാങ്ക്രിയാറ്റിക് ഹോർമോൺ ഇൻസുലിൻ. പിന്നെ എന്താണ്, ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ, ഇറ്റ് എക്സസ് എമൗണ്ട് ഓഫ് യൂറിൻ ഈസ് എക്സേർട്ടഡ് ഈവൻ സമ്മർ റീസൺ ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഫ്രം ദ ഹൈപ്പോതലാമസ്. അതായത് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഇൻക്രീസ്, അതൊക്കെയാണ് അന്നേരത്തെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എഴുതേണ്ടത് അത് രണ്ടുമാണ്. പിന്നെയുള്ളത് ഇൻക്രീസ് ഇൻ ലെവൽ ഓഫ്, അതാണ് എഴുതേണ്ടത്. ഗ്ലൂക്കോസ് ലെവല് റെഗുലേറ്റ് എന്താണ്, ഇൻക്രീസ് ആവുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത് അല്ലേ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആർ ടു ഹൈ ആവുന്നു. മെൻഷൻ വൺ ഫംഗ്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് വൺ ഫംഗ്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ റെഗുലേറ്റഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. രണ്ട് ഫംഗ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇൻസുലിൻ്റെ ഫംഗ്ഷൻ റെഗുലേറ്റ് ദ ബ്ലഡ് ഷുഗർ ലെവൽ ബൈ ഫെസിലിറ്റേറ്റിംഗ് ദ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം ദ ബ്ലഡ് സ്ട്രീം ഇൻ ടു സെൽ ഫോർ എനർജി ഓർ സ്റ്റോറേജ്. അതാണ് ഇൻസുലിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് എഴുതേണ്ടത്. റെഗുലേറ്റ് ബ്ലഡ് ഷുഗർ ലെവൽസ് ബൈ ഫെസിലിറ്റേറ്റിംഗ് ദ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം ദ ബ്ലഡ് സ്ട്രീംസ് ഇൻ ടു സെൽ ഫോർ എനർജി ഓർ സ്റ്റോറേജ്. ഗ്ലൂക്കഗോണിൻ്റെയോ ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബൈ സ്റ്റിമുലേറ്റിംഗ് ദ liver to release stored glucose and by promoting the production of new glucose. Increase blood glucose level by stimulating the liver to release stored glucose and by promoting the production of new glucose. അതാണ് ഗ്ലൂക്കഗോണിൻ്റെ ഫംഗ്ഷൻ ആയിട്ടും എഴുതേണ്ടത്. 16th question, answer the following question related to an experiment in which all tall pea plant TT is crossed with dwarf pea plant TT. Write the genetic structure and character of the first generation. ഫസ്റ്റ് ജനറേഷൻ്റെ ക്യാരക്ടർ എഴുതുക, ജനറ്റിക് സ്ട്രക്ചറും വരയ്ക്കാനാണ് പറയുന്നത്. എന്ത് പ്ലാന്റ് ആയിരിക്കും? ടോൾ പ്ലാന്റ് ആയിരിക്കും അല്ലേ. എൻ്റെ ഫസ്റ്റ് ജനറേഷനിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ടോൾ പ്ലാന്റ് ആയിരിക്കും. സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേറ്റ് ദ എക്സ്പെരിമെന്റ് യൂസിങ് സിമ്പിൾസ് ഇൻ വിച്ച് സെക്കൻഡ് ജനറേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. അത് വെച്ചിട്ട് സെക്കൻഡ് ജനറേഷൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ TT ഇൻറ്റു TT എന്ന് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് രണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യനിൽ അനലൈസ് ദ ടേബിൾ ഷോയിങ് ഡിഫക്ട്സ് ഓർ ഡിസീസ് ആൻഡ് ദെയർ
കോസസ്, ദെൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഡിഫക്റ്റും ഡിസീസസും തന്നിട്ടുണ്ട്, കോസസ് തന്നിട്ടുണ്ട്. അത് ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് 1, 2, 3, 4 അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 1 എന്ന് പറയുന്നത് സീറോഫ്താൽമിയുടെ കോസ് എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. രണ്ടാമത്തത് എന്താണ്? കളർ ബ്ലൈൻഡ്നെസ് ആണ്, ഡെഫെക്ട്സ് ഇൻ കോൺസെല്ല്. അടുത്തത് ഗ്ലൂക്കോമയാണ്. ഗ്ലൂക്കോമ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്കർ. നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഡെഫിഷ്യൻസി ഓഫ് എന്താണ്? വൈറ്റമിൻ എ തന്നെയാണ്. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ഇൻഡിക്കേറ്റഡ് ബൈ 3? ഗ്ലൂക്കോമയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ലേസർ സർജറിയാണ് അല്ലേ? ലേസർ സർജറിയാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ റിഗാർഡിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിനാപ്സിസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഏതൊക്കെ ടൈപ്പ് സിനാപ്സിസ് ഉണ്ടെന്നാണ് നമ്മൾ 3 ടൈപ്പ് സിനാപ്സിസ് പഠിച്ചിട്ടുണ്ട്. ന്യൂറോൺ മസിൽ സെല്ല്, ന്യൂറോൺ ഗ്ലാൻഡുലാർ സെല്ല്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന അതാണ് എയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി ബി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ റോൾ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ? എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ റോൾ എന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡോപ്പാമീനും അല്ലേ, അസറ്റൈൽ കൊളൈനിന്റെ ഇത് പഠിച്ചിട്ടുണ്ട്, എക്സാമ്പിൾ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന്. ഇത് എന്താ ചെയ്യുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റർ ദ സ്റ്റിമുലേറ്റ് ദ അഡ്ജസന്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസ് ആർ ജനറേറ്റഡ്. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ? ദ സ്റ്റിമുലേറ്റ് ദ അഡ്ജസന്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസ് ആർ ജനറേറ്റഡ്. അതാണ് എന്ത്? ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ റോള് എന്ന് പറയുന്നത്. അതാണ് ബിയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി സിയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ ദ 2 മെയിൻ ഫങ്ഷൻസ് ഓഫ് സിനാപ്സ്? സിനാപ്സിന്റെ മെയിൻ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്. സിനാപ്സ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്. അതാണ് ശരിയായ ഉത്തരം. വാട്ട് ഇസ് ദ റോൾ എന്ന് ചോദിച്ചാൽ അതിന്റെ റോൾ എന്താണ്? റോള് ദ സ്റ്റിമുലേറ്റ് ദ അഡ്ജസന്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസ് ആർ ജനറേറ്റഡ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ദ ക്വസ്റ്റ്യൻ റേസ്ഡ് ഇൻ ആൻ ഓപ്പൺ ഡിസ്കഷൻ ഓർഗനൈസ്ഡ് ബൈ ദ സയൻസ് ക്ലബ് റിഗാർഡിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് യുവർ എക്സ്പ്ലനേഷൻ ഫോർ ദ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഇസ് മെൻ ബൈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്? എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്? അതായത് നമ്മളുടെ പാരമ്പര്യമായി കിട്ടുന്ന ജീൻ മുതലും കിട്ടുന്ന ഒന്നുള്ള അസുഖങ്ങളല്ല, അല്ലാതെ നമ്മളുടെ നമ്മളുടെ ഡെയിലി നമ്മളുടെ ഇപ്പോഴത്തെ മോഡേൺ ലൈഫ് സ്റ്റൈലും കൊണ്ട് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലും കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഹെൽത്തി ഹാബിറ്റ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു അവോയ്ഡ് സച്ച് ഡിസീസ്? ഇത്തരം ഡിസീസസ് ഒഴിവാക്കാനുള്ള ഹെൽത്തി ഹാബിറ്റ്സ്, എക്സസൈസ് ചെയ്യുക, പിന്നെ മറ്റുള്ള കാര്യങ്ങളില്ലേ, നമ്മൾ ഡയബറ്റീസും പ്രഷറൊക്കെ ഉണ്ടാവുന്നത് ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിൽ നിന്നാണ്. അപ്പം എന്താണ്? മായം കലർന്ന ഫുഡുകൾ കഴിക്കുന്നത് ഒഴിവാക്കുക അല്ലേ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഹെൽത്തി ഹാബിറ്റ്സ് പിന്തുടരുക. അപ്പോൾ അതാണ് ചോദിച്ചത്, എന്തൊക്കെ ഹെൽത്തി ഹാബിറ്റ്സ് വേണമെന്നാണ് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി 20th ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. താഴെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്നത് യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ കെമിക്കൽസ് യൂസ്ഡ് ഇൻ ദ പാർട്ട് ലേബിൾഡ് എക്സ് ഇൻ ദ എക്സ്പെരിമെന്റ്? ഈ എക്സ്പെരിമെന്റിൽ എക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? മീഥെയിൻ ഉണ്ട്, NH3 അമോണിയ ഉണ്ട്, H2 വാട്ടർ വേപ്പർ. ഇതൊക്കെ എന്താണ്? നമ്മൾ ഇതിലെ എക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വാട്ട് സബ്സ്റ്റൻസ് വാസ് ഒബ്റ്റൈൻഡ് ബൈ എക്സാമിങ് ദ precipitate ഇൻ ദ പാർട്ട് ലേബിൾഡ് ബൈ വൈ. വൈയിൽ എന്താണ് വരുന്നത്? അമിനോ ആസിഡ്സും പിന്നെന്താണ്? അമിനോ ആസിഡ്സ് എന്ത് ചെയ്യാണ്? സെഡിമെന്റ് ചെയ്യണം. അപ്പോൾ വൈ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് സെഡിമെന്റ് ചെയ്യുന്നതാണ്. അമിനോ ആസിഡ്സ് ആർ സെഡിമെന്റഡ് അടിഞ്ഞുകൂടുകയാണ് അല്ലേ. ഇനി സി വാട്ട് ഇസ് ദ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഓഫ് ദ സിന്തസിസ് ഓഫ് മോർ സച്ച് കോമ്പൗണ്ട്സ് ഇൻ സിമിലർ എക്സ്പെരിമെന്റ്? കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ് അല്ലേ, കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. 21st ക്വസ്റ്റ്യൻ അറേഞ്ച് കോളം ബി ആൻഡ് സി അക്കോർഡിംഗ് ടു എ. എക്ക് അക്കോർഡിംഗ് ആയിട്ടുള്ള ബിയും സിന്നും എഴുതാനാണ് പറയുന്നത്. പിറ്റ്യൂട്ടറി പ്രോലാക്റ്റിൻ ആണ്, പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആണ്. അഡ്രിനൽ ഗ്ലാൻഡ് കോർട്ടിസോൾ അല്ലെ, അഡ്രിനൽ ഗ്ലാൻഡ് കോർട്ടിസോൾ ആണ്. സ്ലോ ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽസ് ആണ്. ഇനി ഓവറി എന്ന് പറയുന്നത് മൂന്നാമത്തത് പ്രൊജസ്ട്രോൺ ആണ്. പ്രൊജസ്ട്രോൺ കൺട്രോൾ ദ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അതാണ് വരുന്നത്. പിന്നെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് റിലീസിങ് ഹോർമോൺ ആണ്.
control the production of tropic hormones. നെക്സ്റ്റ് 22 ക്വസ്റ്റ്യൻ തന്നെയാണ് റീഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐഡന്റിഫൈ ആൻഡ് ലേബിൾ ദ പാർട്സ് വിച്ച് ദെയർ നെയിംസ്. പാർട്സ് ലേബിൾ ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ദ പാർട്ട് ദാറ്റ് അലൗ ലൈറ്റ് റേസ് ടു എൻ്റർ ദ കോർണിയ. എൻ്റർ ദ ഐ ഏതാണ്? കോർണിയ അല്ലേ? കോർണിയ. ഇനി നെക്സ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ മസിൽ ദാറ്റ് അഡ്ജസ്റ്റ് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ് ഏതാണ്? സീലിയറി മസിൽസ്. ഏതാണ്? സീലിയറി മസിൽസ്. ഇത് അടയാളപ്പെടുത്തുകയും വേണം കേട്ടോ. സീലിയറി മസിൽസ് കോർണിയ ഇവിടെ അല്ലേ? കോർണിയ ദേ ആണ്, ഇത് ബി ആണ്. സീലിയറി മസിൽസ്. ഇനി സീലിയറി മസിൽസ്. ഇനി സി ദ പാർട്ട് ദാറ്റ് അഡ്ജസ്റ്റ് ഇറ്റ്സ് സൈസ് അക്കോർഡിംഗ് ടു ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഏതാണ്? പ്യൂപ്പിൾ. ഏതാണ്? പ്യൂപ്പിൾ അടയാളപ്പെടുത്തുക. പ്യൂപ്പിൾ സി ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ റിഗാർഡിംഗ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഇൻ മോഡേൺ മെഡിസിൻ. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വാട്ട് ആർ ദ യൂസസ് ഓഫ് EEG ആൻഡ് ECG. എന്ന് വെച്ചാൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ്. ECG എന്ന് വെച്ചാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. EEG ഉപയോഗിക്കുന്നത് എന്താണ്? അസസ് ബ്രെയിൻ ഫംഗ്ഷൻ ആൻഡ് ഡയഗ്നോസ് ന്യൂറോളജിക്കൽ കണ്ടീഷൻ. എന്തിനാണ്? ബ്രെയിൻ ഫങ്ഷൻസും ആൻഡ് ഡയഗ്നോസ് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് EEG. ECG എന്തിനാണ്? മോണിറ്റേഴ്സ് ഹേർട്ട് ആക്ടിവിറ്റി ആൻഡ് ഡിറ്റക്ട് കാർഡിയാക് പ്രോബ്ലംസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ECG ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ യൂസസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, വാട്ട് ആർ ദ സൈഡ് എഫക്ട്സ് ഓഫ് ദെയർ റെഗുലർ യൂസ്. എന്താണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസസ്? പിന്നെന്താണ് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്? റെഗുലർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിബയോട്ടിക്സ് ആർ എഫക്റ്റീവ് മെഡിസിൻ ദെയർ റെഗുലർ യൂസ് മെനി എന്താണ് സൈഡ് എഫക്ട്സ്. എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ്? നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അതിന് ഇതായിട്ട് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ റെഗുലർ യൂസ് ഡെവലപ്സ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തജൻ എഗൈൻസ്റ്റ് ആൻറ്റിബയോട്ടിക്. എന്താണ്? റെഗുലർ യൂസ് എന്ത് ചെയ്യും? ഡെവലപ്സ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തജൻ എഗൈൻസ്റ്റ് ആൻറ്റിബയോട്ടിക്കെതിരെയുള്ള എന്താണ് ഇമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്യും അല്ലേ? റെഗുലർ യൂസ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തോജൻസ് എഗൈൻസ്റ്റ് ആൻറ്റിബയോട്ടിക്. രണ്ടാമത്തെ ഡിസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ ഇൻ ദ ബോഡി. യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയനെയും കൂടെ നശിപ്പിക്കും ശരീരത്തിൽ. മൂന്നാമത്തെ റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് സം വൈറ്റമിൻസ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻസിൻ്റെ ക്വാണ്ടിറ്റിനെയും ഇതെന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർക്കുള്ളത്. അപ്പോൾ മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.